എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. വനസംരക്ഷണ വിഭാഗം ജീവനക്കാരുടെ ഡ്യൂട്ടി റെസ്റ്റ് ഒഴിവാക്കാൻ ആസൂത്രിത നീക്കമെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ്. സംഘടനയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ വനം കാര്യാലയത്തിന്റെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച OJ സെബാസ്റ്റ്യൻ രക്തസാക്ഷി അനുസ്മരണവും അർദ്ധവാർഷിക സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനം ഓഫീസുകളിൽ 6 ദിവസം തുടർച്ചയായി ജോലി ചെയ്യുന്ന സംരക്ഷണ വിഭാഗം ജീവനക്കാർക്ക് 6 ദിവസം ജോലി ചെയ്യുമ്പോൾ 3 ദിവസം ഡ്യൂട്ടി റെസ്റ്റ് അനുവദിച്ച് ഉത്തരവ് ഇറക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്ക് ഈ ആനുകൂല്യം ലഭിച്ചു വരുന്നുമുണ്ട്. എന്നാൽ ഉത്തരവിന് 6 മാസമാണ് കാലാവധി എന്ന നിലയിൽ ചില വനം ഉദ്യോഗസ്ഥർ ജീവനക്കാരുടെ ആനുകൂല്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. 3 മാസത്തേക്ക് കൂടി ഉത്തരവ് പുതുക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള സർക്കുലറിൽ 1 മാസം എന്നാക്കിയതിലും സംസ്ഥാന പ്രസിഡന്റ് പ്രതിഷേധം അറിയിച്ചു. വനം വകുപ്പ് സംരക്ഷിത വിഭാഗം ജീവനക്കാർക്കും കുടുംബമുണ്ടെന്ന കാര്യം മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജീവനക്കാരുടെ നിലവിലുള്ള അവകാശങ്ങൾ സംഘടന പൊരുതി നേടിയത് അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഈ ഒരു തലമുറ കണ്ട ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തം, അതിനെ അതിജീവിച്ച് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് കേരളത്തിൽ. എത്രയോ നമ്മുടെയൊക്കെ തലമുറകള്, നമുക്ക് മുന്നേയുള്ള തലമുറകള് 90കളിലെയും അതിനു മുമ്പ് 89ലെയും 88ലെയൊക്കെ പ്രകൃതി ദുരന്ത വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോഴുള്ള കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഓഖി ദുരന്തം ഉണ്ടായപ്പോഴുമൊക്കെ അതിനേക്കാളൊക്കെ ഭയാനകമായ രീതിയിലുള്ള ഒരു പ്രകൃതി ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് വയനാട് ജില്ലയില് മുൻകൂട്ടി ഇത് സംഭവിക്കും, അല്ലെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ ഇത്ര വർഷത്തേക്ക് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തം സംഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ഉൾപ്പെടെ, കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഉൾപ്പെടെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വനം വകുപ്പെടുത്ത നിലപാടുകള്, സർക്കാർ വനം വകുപ്പെടുത്ത നിലപാടുകള്, അതില് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെയുള്ള പാർട്ടികൾ എടുത്തിട്ടുള്ള നിലപാടുകള്, ഇതൊക്കെ ഞാൻ വിശദമായിട്ട് അതിലേക്കൊന്നും പോകുന്നില്ല. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ആദ്യം ഓടിയെത്തിയ വനപാലകരെ അദ്ദേഹം അഭിനന്ദിച്ചു. വനപാലകർ നടത്തിയ മാതൃകാപരമായ രക്ഷാപ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. വനിതാ ജീവനക്കാർ ഉൾപ്പെടെ രാപ്പകൽ ഇല്ലാതെ സേവനം നടത്തി. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത വനപാലകരെ 9-ന് കോഴിക്കോട് നളന്തയിൽ നടക്കുന്ന ചടങ്ങിൽ ആദരിക്കുന്നുണ്ട്. ഇതിനെ അദ്ദേഹം അഭിനന്ദിച്ചു. എന്നാൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവരിൽ നിന്ന് കുറച്ചുപേരെ മാത്രം തെരഞ്ഞെടുത്തല്ല ആദരിക്കേണ്ടതെന്നും മുഴുവൻ പേരെയും ആദരിക്കണമെന്നും സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് PN സജീവൻ അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന സെക്രട്ടറി KD ആന്റണി OJ സെബാസ്റ്റ്യൻ അനുസ്മരണം നടത്തി. നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാൽ, നിലമ്പൂർ റേഞ്ച് ഓഫീസർ KG അൻവർ, ഭാരവാഹികളായ ജയന്ത് കുമാർ, മുഹമ്മദ് ഫൈസൽ, സംസ്ഥാന ട്രഷറർ K ബീരാൻകുട്ടി, സംസ്ഥാന ഭാരവാഹികളായ PM ശ്രീജിത്ത്, KM ബിജു, K മുഹമ്മദ് അലി, AK രമേശൻ, P പ്രമോദ് കുട്ടൻ, ടെൽസൺ M തോമസ് എന്നിവർ സംസാരിച്ചു. MBBS വിജയിച്ച കുട്ടികൾ, രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ വനപാലകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. OJ സെബാസ്റ്റ്യൻ മെമ്മോറിയൽ ക്യാഷ് അവാർഡും ചടങ്ങിൽ വിതരണം ചെയ്തു. എ+ വിഷൻ, നിലമ്പൂർ. വീട്ടിലെ പട്ടിന്റെ ചേലുകൾ തുമ്പപ്പുമേയില് പൂത്തു നിൽക്കുന്നേ. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ.